മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിധി പറയുകയാണ്. ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത്. ശരത്, ഇപ്പോൾ കേജ്രിവാളിനെതിരെ നിരീക്ഷണവുമായി കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. മദ്യനയ രൂപീകരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്നാണ് ദില്ലി ഹൈക്കോടതി പറയുന്നത്. ഹവാല പണം ഒളിപ്പിക്കുന്നതിൽ കേജ്രിവാളിന് പങ്കുണ്ടെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ടോ? ബിനിൽ, ഈ കോടതി ഉത്തരവ് പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും എന്നതാണ് ജസ്റ്റിസ് സ്വർണ്ണകാന്ത മിശ്ര ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇ ഡി കളക്ട് ചെയ്തിട്ടുള്ള ശേഖരിച്ചിട്ടുള്ള തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ശരിയാണ് എന്നതാണ് കോടതി വിലയിരുത്തുന്നത്. അതായത് ദില്ലി മദ്യനയ രൂപീകരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായ പങ്കുണ്ട്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഹവാല പണം, ആ ഹവാല പണം ഒളിപ്പിക്കുന്നതടക്കമുള്ള, അത് മറച്ചു വെക്കുന്നതിനടക്കമുള്ള നീക്കങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്ന് ഇ ഡിക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റി എന്ന രീതിയിലാണ് നിരീക്ഷണങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് മാപ്പ് സാക്ഷികളുടെ കാര്യം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച രണ്ട് മാപ്പ് സാക്ഷികളുണ്ട്. അതിലൊന്ന് ശരത്ചന്ദ്ര റെഡ്ഡിയാണ്. ശരത്ചന്ദ്ര റെഡ്ഡി അടക്കമുള്ളവരുടെ മൊഴി അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നതല്ല എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ ആ ഒരു മൊഴികൾ, ശരത്ചന്ദ്ര റെഡ്ഡി അതുപോലെ തന്നെ രാഘവ് മകുന്ദ, ഇവർ രണ്ടുപേരുടെയും മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ തന്നെ ആ മൊഴികൾ സംബന്ധിച്ചിട്ടുള്ള ആ മൊഴികൾ ചാലഞ്ച് ചെയ്യാനുള്ള അവകാശം അരവിന്ദ് കെജ്രിവാളിന് ഉണ്ട്. അത് ഈ ഘട്ടത്തിലല്ല, ഇത് ഒരു വിചാരണയാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമില്ല. ഒരു മിനി ട്രയൽ നടത്താൻ വേണ്ടി പറ്റുന്ന കോടതിയല്ല ഇത്. അതുകൊണ്ട് തന്നെ അത് വിചാരണയുടെ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാമെന്നുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധി പ്രസ്താവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കോടതി വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഇത് ജാമ്യാപേക്ഷയല്ല, പകരം ഈ അറസ്റ്റിലെ നിയമവിരുദ്ധതയാണ് പരിശോധിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഉത്തരവ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കേസിലെ പ്രതിയായ, പിന്നീട് മാപ്പുസാക്ഷിയായി മാറിയ പി ശരത്ചന്ദ്ര റെഡ്ഡി ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് സംഭാവന നൽകിയ കാര്യം. ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ ഈ ശരത്ചന്ദ്ര റെഡ്ഡി ബി.ജെ.പിക്ക് സംഭാവന നൽകിയെന്നും ഇതിലൂടെ തന്നെ ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോടതി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ആരൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അത് ആർക്ക് കൈമാറി എന്നത് ഈ ഘട്ടത്തിൽ ഈ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ല എന്നതായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദത്തിന് ഇപ്പോൾ ഉത്തരവിലൂടെ കോടതി മറുപടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാഘവ് മകുന്ദയുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ NDAയിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ സീറ്റ്, ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിന്റെ പിതാവിന് സീറ്റ് ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിഷയവും ഈ ഘട്ടത്തിൽ കോടതി പരിഗണിക്കേണ്ടുന്ന കാര്യമല്ല എന്നതായിരുന്നു നിരീക്ഷണമായി വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിധി പ്രസ്താവം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശരത്ത്, ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിലൂടെ കേജ്രിവാളിന് എതിരെയുള്ള നിലപാടുകളാണ് കോടതി പറയുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. രാഷ്ട്രീയം അനുസരിച്ചല്ല കോടതി തീരുമാനം എടുക്കുന്നത്. മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അറസ്റ്റ് എന്ന് വിലയിരുത്തേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയാണ്. കുറ്റകൃത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മദ്യനയ രൂപീകരണം, അപ്പോൾ അതിലുണ്ടായിട്ടുള്ള പിടിപ്പുകേടുകൾ, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേജ്രിവാളിന് പങ്കുണ്ട് എന്നാണ് ഇ ഡിയുടെ രേഖകൾ ഉള്ളത് എന്നും കോടതി പറയുന്നുണ്ട്. മാപ്പുസാക്ഷി നിയമം 100 വർഷം പഴക്കമുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി എന്തായാലും ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനൊരു തിരിച്ചടി കോടതി തന്നെ തുടക്കത്തിൽ പറഞ്ഞു. ശരത്ത് പറഞ്ഞതുപോലെ തന്നെ കോടതി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് ജാമ്യാപേക്ഷയല്ല, ജാമ്യം തേടിയുള്ള ഒരു അപേക്ഷയല്ല, നിയമവിരുദ്ധമാണോ അറസ്റ്റ് എന്നുള്ളതാണ് കോടതി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കേജ്രിവാൾ ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഒരു നടപടിയെ എന്തായാലും ഹൈക്കോടതി എതിർ രീതിയിലുള്ള ഒരു നിരീക്ഷണങ്ങൾ തന്നെയാണ് നടത്തുന്നതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാകില്ലേ ശരത്ത്?
തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുള്ള ഓരോ വാദങ്ങളെയും അത് ഗണ്ണിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് കോടതിയുടെ ഈ ഉത്തരവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ മാപ്പുസാക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന വാദം എന്ന് പറയുന്നത് ഈ ശരത്ചന്ദ്ര റെഡ്ഡി 11 തവണ മൊഴി നൽകിയപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ മാപ്പുസാക്ഷിയാക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അരവിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് മൊഴിയായി നൽകിയത്. ആ മൊഴി ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന് വിശ്വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ അത് നിലവിലെ സാഹചര്യത്തിൽ നിയമത്തെ തന്നെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്നും കോടതി നിരീക്ഷിക്കുകയാണ്. ഈ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അത് ചാലഞ്ച് ചെയ്യേണ്ടത്, അത് ചോദ്യം ചെയ്യേണ്ടത് വിചാരണ കോടതിയിലാണ്. വിചാരണ നടക്കുന്ന ഘട്ടത്തിലാണ്. അതിൻ്റെ വേദിയല്ല ഈ ഘട്ടമെന്ന് പ്രത്യേകമായി തന്നെ കോടതി നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമായും വാദിച്ചത് അറസ്റ്റിന്റെ സമയത്തെ ചൊല്ലിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. തന്നെയും തന്റെ പാർട്ടിയെയും തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത്. എന്നാൽ അതിലും കോടതി ഒരു പ്രതികൂലമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റിന് ഏത് സമയം എന്നത് നിശ്ചയിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബോധപൂർവമാണ്. അറസ്റ്റിന്റെ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബോധപൂർവം നിശ്ചയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നതാണ് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങളെ കോടതി ഈ ഘട്ടത്തിൽ ആ ഒരു പരാമർശത്തിലൂടെ തള്ളിക്കളയുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പ്രധാനമായും അത്തരമൊരു വാദം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനെ ഗണ്ണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പും അറസ്റ്റും ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ളതായിരുന്നു. അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കൊലപാതകമോ ബലാത്സംഗമോ ചെയ്താൽ തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് വാദിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിരക്ഷ ഒരു കാരണവശാലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് നൽകാനാകില്ല എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാണിച്ചത്. അത് ഈ ഘട്ടത്തിൽ കോടതിയും ശരിവെക്കുകയാണ്. ഈ നിലയിൽ ഏറെ പ്രതികൂലമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള നിരീക്ഷണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരത് കെ ശശിയാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.